പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ആശയിച്ഛയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന വചനങ്ങളെ നമുക്കറിയാം. നമ്മൾ വളരെ ലാഘവത്തോടെ ഈ തിരുവചനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു അനുഭവവേദ്യമാകും. സങ്കീർത്തനം 81 6-ാമത്തെ തിരുവചനമാണല്ലോ ഇന്ന് നമുക്ക് ചിന്താ വിഷയമായിട്ട് നൽകിയിരിക്കുന്നത്. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു, നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല, ഇങ്ങനെയൊക്കെ വചനം ഉണ്ടോ. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു, നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഭാരം തോളിലേറ്റി. നമുക്കറിയാം ഈശോ ഭാരമേറിയ കുരിശിൽ ചുമന്നുകൊണ്ട് പോയത് നിന്റെ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു വഴിയായിരുന്നു. അല്ലെങ്കിൽ നിന്റെ ഭാരം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നിന്റെ കൈകൾ ആ ഭാരത്തിൽ നിന്ന് മോചനം ലഭിക്കും. പക്ഷെ നമ്മൾ പിടിച്ചോണ്ടിരിക്കുക, ഭാരം വഹിച്ചുകൊണ്ടിരിക്കുക. രണ്ട് കാര്യങ്ങൾ അവിടെ പറയാം. നീ നിന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും നീ പിടിച്ചു വെച്ചേക്കുക, കൊടുക്കാൻ തയ്യാറല്ല. അത് നിന്റെ തോളില് ഇരിക്കുന്നത് കൊണ്ട് നീ വഹിക്കുക. തോളിലാണല്ലോ ഭാരം വഹിക്കുന്നത്. നമുക്കറിയാം, കാളുകളെ പൂട്ടുമ്പോൾ അല്ലെങ്കിൽ കന്നുകാലികളെ പൂട്ടുമ്പോൾ കഴുത്തിലാണ് നുകം വയ്ക്കുന്നത്. കഴുത്തിൽ നുകം വയ്ക്കുമ്പോഴാണ് ഭാരം കൂടുതൽ വഹിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അത് ഭാരം വഹിച്ചു വെച്ച് അതിന്റെ കഴുത്തില് നല്ല തഴമ്പ് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ചില വ്യക്തികൾ ഭാരം വഹിച്ചുകൊണ്ട് നടക്കും, കൈയ്യ് അത് ചുമന്നുകൊണ്ട് നടക്കുക. അപ്പൊ ഈ രണ്ട് മേഖലകളും ദൈവം നിന്നെ വിടുവിക്കുമെന്നാണ്. ഒന്ന്, ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു, കുട്ടയിൽ നിന്ന് നിന്റെ കൈകളെ വിടുവിച്ചു. ഇത് രണ്ടും ഈശോ ചെയ്തത് യെശയ്യ 53-ാം അധ്യായത്തിലെ 4-5 തിരുവചനത്തിലാണ്. യേശു ക്രിസ്തു ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അന്നുവരെയും ശപിക്കപ്പെട്ട ആ കുരിശ് ഈശോ തന്റെ തോളിലേറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി പാപമില്ലാത്തവൻ പാപം ഏറ്റെടുത്ത്, രോഗമില്ലാത്തവൻ രോഗം ഏറ്റെടുത്ത്, ദുഃഖമില്ലാത്തവൻ ദുഃഖങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഭാരം വഹിച്ച് ഗാൽഗുൽത്തായിലേക്കുള്ള യാത്ര
ആ ഗാൽഗുൽത്തായിലെ വഹിച്ചുകൊണ്ടുപോയ കുരിശിൽ പിന്നീട് ആ കുരിശാണ് ഭാരം വഹിക്കുന്നത്. ഈശോയെ ആ കുരിശ് 3 ആണുകളിൽ തൂക്കിയപ്പോൾ ഈശോ എടുത്തുകൊണ്ട് കിടന്ന ഭാരം ഇറക്കി വെച്ചത് ആ കുരിശില. ഞാൻ പലപ്പോഴും അത് ഓർക്കും. അതുവരെയും കുരിശ് ചുമന്നുകൊണ്ട് വന്ന ഈശോ ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് പല പ്രാവശ്യം വീണെങ്കിലും ഈശോ കുരിശിൽ കയറി ആ ഭാരത്തെ കുരിശിൽ ഇറക്കി വെച്ചു. പ്രിയമുള്ളവരെ, അനുദിനമുണ്ടാകുന്ന തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് ഈശോ ഏവരെയും നോക്കി വിളിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ബ്രദറും ആന്റണി ബ്രദറും ജിൻസു സഹോദരിയൊക്കെ പറഞ്ഞത്, കർത്താവിന്റെ ഭാരം വഹിക്കുന്നത് നുകം വഹിക്കുവാൻ അല്ലെങ്കിൽ ഭാരം വഹിക്കാൻ എളുപ്പമാണെന്ന്. മത്തായിയുടെ സുവിശേഷത്തില് അത് വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗം നമുക്കറിയാം. 11-ാം അധ്യായത്തിലെ 27 വചനത്തില് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. അന്വരെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആരോടും പറയുന്നില്ല, എടുക്കുന്നില്ല. പക്ഷെ ബൈബിള് പറയുന്ന പറയണമെന്നുണ്ട്. അല്ല, നമ്മൾ തന്നെ ഭാരം വഹിച്ചാല് അത് നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അതുകൊണ്ട് പങ്കുവെക്കണമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ആരോടാണ്? ആത്മീയരായരോട് പങ്കുവെക്കണമെന്നാ. അപ്പോഴേ നമ്മുടെ ഭാരം കുറയും. കാര്യം അവരോട് നമ്മുടെ ഭാരം വഹിക്കും. അതിനാ ഈശോ വിളിച്ചേക്കുന്ന, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നികത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് വ്യക്തമായിട്ട് കൊളോസ്യസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24 പറയുന്നുണ്ട്. അതിന്റെ 25 പറയുന്നത്, അതുകൊണ്ടാണ് ആ വചനത്തിന്റെ പൊരുളെ എന്നെ പരമേൽപ്പിച്ചേക്കുന്നത്. അത് ഞാൻ ചെയ്തേ പറ്റൂ. അതാണ് ഓരോ ലീഡേഴ്സും ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പറയാം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് പറയുകയാണ്, ഞാൻ ശാന്തശീലനാണ്, പൊട്ടിത്തെറിക്കത്തില്ല എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ. ഞാൻ വിനീത ഹൃദയനാണ് എന്ന് ഒക്കെ ഈശോ പറയുന്ന ആ തിരുവചനങ്ങളെ ഞാൻ ഓർത്തു പോകുകയാണ്. അത് എന്നിൽ നിന്ന് പഠിക്കണം. അതാണ് നമ്മൾ വചനപ്രഘോഷത്തിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നിട്ട് 30-ാമത്തെ വചനം പറയാണ്, എന്തെന്നാൽ എന്റെ നുകം വഹിക്കുന്നത് എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അനുദിനം ഉണ്ടാകുന്ന കുരിശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ ദുഃഖങ്ങളും വേദനകളും അപ്പോഴപ്പോഴപ്പോഴേ ഈശോയിലേക്ക് സമർപ്പിച്ചു കഴിയാനായിട്ട് പറയുക. പക്ഷെ നമുക്ക് സമർപ്പിക്കാൻ അറിയത്തില്ല. അത് നിന്റെ തോളിൽ ഭാരമായിട്ട് വരിക. നീ അത് പിടിച്ചിരിക്കുന്നത് കൊണ്ട്, ഈശോയ്ക്ക് കൊടുക്കാത്തത് കൊണ്ട്, അതാണ് നിന്റെ കൈകൾ ആ കൊട്ടയിൽ നിന്ന് വിടുവിക്കുന്നില്ല. ആ ഭാരം വഹിച്ചുകൊണ്ട് നീ നടക്കുക. നീ നിന്റെ കരങ്ങളെ വിടുവിക്കണം. എന്ന് വെച്ചാൽ നിന്റെ കരങ്ങളിൽ നിന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോഴാണ് ആ മുഖം വഹിക്കാൻ എളുപ്പവും ചുമട് ഭാരമുള്ളതുമാണ്. പൗലോസ് ബ്രദറെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടു, നമ്മുടെ ആന്റണി ബ്രദറും പറയുന്നത് കേട്ടു. പ്രിയമുള്ളവരെ, ഇത് കർത്താവിനെ പരമേൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. പലപ്പോഴും നിരാശയും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ടാണ് ആന്റണി ബ്രദറും എടുത്തു, ഞാനും എടുക്കുകയാണ് ആ വചനം. സങ്കീർത്തനം 55-ന്റെ 22-ാമത്തെ വചനം പറയുന്നുണ്ട്. എന്താ? കർത്താവിന്റെ സന്നിധി പറയാൻ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അങ്ങനെ എടുത്തെടുത്ത് പറയാണ്, നിന്റെ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കുക. പക്ഷെ നമുക്ക് പരമേൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നിന്റെ കരങ്ങൾ തളർന്നു പോകുക, നീ തളർന്നു പോകുക. കാര്യം നീ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്നു. നീ കൈകളെ നിന്നെ പിടിച്ചു വച്ചേക്ക്, നീ ആ ഭാരം നീ പിടിച്ചു വച്ചേക്കുന്ന കൊണ്ട് നിന്റെ ഭാരം ഒട്ട് മാറുന്നുമില്ല, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. കൊടുക്കത്തില്ല. കൊടുക്കുന്നു എന്ന് പറയത്തേ ഉള്ളൂ. ഞാൻ ഉദാഹരണമായിട്ട് എപ്പോഴും പറയാം, എന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഞാൻ കൊടുത്തിരിക്കുന്നു പറയുന്നേ ഉള്ളൂ. പക്ഷെ കയ്യിൽ ആ സാധനം ഇരിക്കുന്നുണ്ട്, വിടുവിക്കുന്നില്ല, കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കത്തില്ല. കാര്യം വീണ്ടും 1 പത്രോസ് 5-ാം അധ്യായത്തിലെ 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വചനം പറയുന്നു, നിങ്ങളുടെ ആകുലതയും ഉൾക്കടങ്ങളുമെല്ലാം അവിടുത്തെ പരമേൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും.
ഇങ്ങനെയെല്ലാം വചനം നമ്മളോട് പറയുക. പക്ഷെ നമുക്ക് കൊടുക്കാനായിട്ട് അറിയത്തുമില്ല, കൊടുക്കുന്നുമില്ല. യെശയ്യാ പറഞ്ഞേക്കുന്നത് അതാണ്. നിന്റെ ഭാരങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, നിന്റെ വേദനകളാണ് അവൻ ഏറ്റെടുത്തത്, നിന്റെ ദുഃഖങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകുന്നത് ആ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് സങ്കീർത്തനം പറഞ്ഞ നിന്റെ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കത്തില്ലെന്ന് സങ്കീർത്തനം 55:22 പറയുമ്പോൾ 1 പത്രോസ് 5:6 പറയുന്ന എന്റെ ആകുലത ഉത്കണ്ഠങ്ങളുമെല്ലാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, അവിടെയും വ്യക്തമായിട്ട് വിളിച്ചു പറയുക, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നീ താഴ്മയോടെ ഇരിക്കണം. അതുകൊണ്ട് അനുദിനം ഉണ്ടാകുന്ന തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വാന്ന് വിളിക്കുന്ന ഈശോ വിളിക്കുക, വരുവേൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്ക വരെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ ആ ഭാരം എല്ലാം കർത്താവിന്റെ അടുത്ത് ഇറക്കി വെക്കുവാനായിട്ട് വഴിയുണ്ട്. നിന്റെ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കുക. ഈ വചനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിലയിരുത്തി ഒന്ന് പഠിച്ചു നോക്കിക്ക്. എത്ര എത്ര ആശ്വാസ വാക്കുകളാ ദൈവം പറയുന്നത്. നീ വഹിക്കണ്ട, നീ എന്റെ അടുക്ക വാ, നിന്റെ ഭാരം എന്നെ പരമേൽപ്പിക്ക്. നീ വിട്ടുകൊടുക്കത്തില്ല. കൊടുക്കുന്നു 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 എന്ന് പറയല്ലാതെ കൊടുക്കുന്നില്ല. കൊടുത്താൽ നിന്റെ ആ ഭാരം കാണത്തില്ല, ആ ദുഃഖം നിനക്കുണ്ടാകത്തില്ല, ആ വേദന നിനക്കുണ്ടാകത്തില്ല, ആ പ്രശ്നം നിനക്കുണ്ടാകത്തില്ല, ആ രോഗം നിന്നെ അലട്ടത്തില്ല, ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ നീ ആ പരാജയത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. പക്ഷെ കൊടുക്കുന്നില്ല. കൊടുക്കുന്നു കൊടുക്കുന്നു എന്റെ അധരം കൊണ്ട് മാത്രം പറയുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ നീ ഫ്രീ ആകും, നിനക്ക് ഫ്രീഡം കിട്ടും. കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഭാരം വഹിച്ചുകൊണ്ട് നടക്കുക. അതുകൊണ്ടാണ് നമുക്ക് ജെറമ്യ പ്രവാചകൻ പറയുന്ന ഒരു വചനം ഞാൻ അതൊന്ന് ഓർക്കുക. ജെറമ്യ പ്രവാചകൻ പറയുകയാണ് 23-ാം അധ്യായത്തില്, നിങ്ങളൊക്കെ അതൊന്നും എടുത്ത് വായിച്ചു നോക്കേ. ജെറമ്യ 23:34 മുതലുള്ള വചനങ്ങളെ 34-36 ഞാൻ വായിക്കാം. കർത്താവിന്റെ ഭാരം എന്ന പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അവനെ അവന്റെ കുടുംബത്തെ ഞാൻ ശിക്ഷിക്കും. ഇത് കർത്താവ് തന്നതാ, കർത്താവിന്റെ ഭാരം എന്ന് പറയരുത്. കർത്താവിന്റെ ഭാരമല്ല, കർത്താവ് തന്നതല്ല. അതെ, എടുത്തു പറയുക. പ്രവാചകൻ പറഞ്ഞാലോ, അതായത് ദൈവസന്നിധിയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരും പറയരുത് കർത്താവ് എന്നെ പരമേൽച്ച ഭാരമാണ്. കർത്താവിന്റെ ഭാരം അല്ല. വ്യക്തമായിട്ട് പറയാ, കർത്താവ് നിന്നെ പരമേൽപ്പിച്ച ഭാരമല്ലത്, കർത്താവ് നൽകിയതല്ല. അത് അടുത്ത് പറയാ, പുരോഹിതൻ പറഞ്ഞാലും പ്രശ്നമാ, ഇനി ജനത്തിൽ ആരെങ്കിലും പറഞ്ഞാലും പ്രശ്നമാ. അവനെ അവന്റെ കുടുംബത്തെ ഞാൻ ശിക്ഷിക്കുമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് 36-ാമത്തെ വചനം പറയുന്നു, ജെറമ്യ 23:36 പറയുന്നു. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. വാക്കാലാണ് ഏറ്റവും കൂടുതൽ, പിന്നെ പ്രവൃത്തിയാലുമാണ് നാം ചെയ്തു കൂട്ടുന്ന പാപം അകൃത്യപാപമാണ്. ആ നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയിടാം. ആ ഗാനം നമ്മൾ ഇത് കഴിയുമ്പോൾ ഒന്നുകൂടെ പാടാൻ പറയും. അതൊന്ന് അർത്ഥം മനസ്സിലാക്കണം. സാത്താന്റെ കളികളാ ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ നമ്മൾ 36-ാമത്തെ വചനം പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്യുന്നത് എന്ത്? കർത്താവിന്റെ ഭാരം എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത്. കർത്താവ് മനുഷ്യ മക്കൾക്ക് ഭാരം തരില്ല. മനുഷ്യ മക്കളെ വേദനിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ദൈവത്തിന് ഇഷ്ടമല്ല തന്റെ പ്രിയ മക്കളെ വേദനിക്കുന്നത്. നമ്മുടെ മക്കൾ വേദനിക്കുന്നത് കാണുന്ന നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അവരുടെ ദുഃഖങ്ങളും അവരുടെ ഭാരങ്ങളും നമ്മളെ ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പോകുന്ന നമ്മൾ കാണുന്നില്ലേ? അപ്പം കർത്താവിന്റെ ഭാരം എന്ന് പറയുന്നത്, കർത്താവ് ഒരിക്കലും ഒരു മനുഷ്യ മക്കളെ വേദനിപ്പിക്കുന്നില്ല, ദുഃഖത്തിൽ ആഴ്ത്തുന്നില്ല. അതുകൊണ്ട് ഇനിയും മേലിൽ പറയരുതെന്ന് അവിടെ താക്കീത് തരിക. ഇനി ഒരിക്കലും പറയരുതേ. ഓരോരുത്തരും അവനവന്റെ വാക്ക് തന്നെ ഭാരമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വാക്കുകളല്ല ദൈവത്തെ പ്രകോപിപ്പിക്കുന്നതുകൊണ്ട് ഭാരമാണ് നമുക്ക്. കർത്താവിന് കണ്ണില്ലേ? ഇതെല്ലാം കർത്താവ് ചെയ്യുന്നതാണ്. കർത്താവൊന്നും ചെയ്യുന്നതല്ല. എന്തെന്നാൽ നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. അപ്പം കർത്താവിന്റെ ഭാരമൊന്നും ഒരിക്കലും ഇനിയും പറയരുത്. പിന്നെ ആരുടെ ഭാരമാണ്? നമുക്ക് അതിന്റെ 38-ാമത്തെ വചനം കൊണ്ട് കർത്താവ് അറിയുന്ന, കർത്താവിന്റെ ഭാരം എന്ന് പറയുന്നതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ട് നിങ്ങൾ അത് തന്നെയാണ് പിന്നെയും പറയുന്നത്.
പറഞ്ഞാൽ ശാശ്വതമായ നിന്ദയ്ക്കും മറക്കാനാവാത്ത അപമാനത്തിന് ഞാൻ നിങ്ങളെ വിധേയരാക്കും. കണ്ടോ, അപമാനങ്ങളും അതിനൊക്കെ വിധേയരാക്കും ദൈവം. കർത്താവിന്റെ ഭാരം എന്ന് പറയരുത്. കർത്താവിന്റെ ഭാരമല്ല. പിന്നെ ആരുടെ ഭാരമാണ്? യെശയ്യാ 1:4 പറയുന്നു, ആരുടെ ഭാരമാണ്? യെശയ്യാ 1:4 വ്യക്തമായിട്ട് പറയാം, തിന്മ നിറഞ്ഞ രാജ്യമാണ് ഇത്. തിന്മകൾ കൂടിക്കൂടി വരിക. പിന്നെയോ ആ ഭാരം എന്താണ്? അനീതിയുടെ ഭാരം. നീതി പ്രവർത്തിക്കേണ്ടവന് അനീതി പ്രവർത്തിക്കുക. അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ മക്കൾ, അതായത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുക. നല്ലത് ചെയ്യുവാൻ സാധിക്കാതെ ദുഷിച്ച പ്രവൃത്തികൾ ചെയ്യുന്നതിന്റെ ഫലമാണ് അകൃത്യഭാരം. കർത്താവിനെ ഉപേക്ഷിക്കുക, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിച്ചു പറയുക. കർത്താവിന് കണ്ണില്ലേ? കർത്താവ് കാണുന്നില്ലേ? ഞാൻ അനുഭവിക്കുന്ന കണ്ടില്ലേ? എത്ര നാളെ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, എത്ര നാളെ ഉപവസിച്ചിട്ട്, ഞാൻ എപ്പോഴും പ്രാർത്ഥനയല്ല, എന്നിട്ടും എനിക്ക് ഇതൊക്കെ തന്നല്ലോ, ഇതൊക്കെ വന്നല്ലോ എന്ന് കർത്താവിനെ നിന്ദിച്ചു പറയുക. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. അതുകൊണ്ടാണ് നിനക്ക് ഭാരമായിട്ട് വന്നത്. അതുകൊണ്ടാണ് നിനക്ക് വേദനകൾ കൂടിക്കൂടി വരുന്നത്. കർത്താവിൽ നിന്ന് തീർത്താകുന്നു പോവാ. എങ്ങനെ അകന്നു വന്നേ? നമ്മൾ പറയും, നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, ധ്യാനത്തിൽ കൂടുന്നുണ്ടെന്നെല്ലാം പറയും. പക്ഷെ നമ്മുടെ വാക്കുകള് വളരെ വേദനിപ്പിക്കുന്നുണ്ട് ഈശോയെ. കർത്താവിന്റെ ഭാരം കർത്താവിന്റെ കണ്ണില്ലേ? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ അനുഭവിക്കുന്ന കണ്ടില്ലേ? ഞാൻ ഇനി ദൈവത്തെ വിളിക്കുന്നില്ലെന്ന് എത്ര പേര് പറയുന്ന കേൾക്കുന്നത്? എന്റെ ചെവി കേൾക്കുന്നതാ. ഞാൻ ഇനി കർത്താവിനെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി സൂമി കയറുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെയാണല്ലോ സംഭവിക്കും. നിന്റെ അകൃത്യഭാരമാണ്, നിന്റെ പാപഭാരമാണ്, നീ ദുഃഖത്തിന് അടിമയാണ്. ഇന്നൊരച്ഛൻ എനിക്ക് അയച്ചു തന്നു, ഞാൻ 1-2 പേർക്ക് അയച്ചു തന്നു. നീ ദുഃഖിക്കുമ്പോഴും വേദനിക്കുമ്പോഴും നീ നിന്റെ മുഖം ഒന്ന് പോയി നോക്കണം. കണ്ണാടിയില്ലേ? കണ്ണാടി നോക്കിയതിന് ശേഷം എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നി. നമ്മൾ ദുഃഖിക്കുമ്പോഴും വേദനിക്കുമ്പോഴും കരയുമ്പോഴും കണ്ണാടിയിൽ പോയൊന്ന് നോക്കണം. എന്നിട്ട് പറയണം, ഇനി ഞാൻ ദുഃഖിക്കത്തില്ല, കാരണം ആരും കാണുന്നില്ല. നീ ആരും ഇല്ലാത്തപ്പോഴാ ദുഃഖിച്ച് കരഞ്ഞ് വേങ്ങലടിച്ചു പൊട്ടിക്കരയുന്നത്. നിന്റെ കരച്ചിലോ നിന്റെ വേദനയോ നിന്റെ മുഖം ആരും കാണുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ കരയത്തില്ല എന്ന് തീർത്ത് പറയണം. കാരണം നിന്റെ ദുഃഖം നീ ഏറ്റെടുക്കേണ്ടത് തന്നെയാ. അതുകൊണ്ടാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. ഗലാത്യ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, 2-ാമത്തെ വചനം തൊട്ട് പറയുകയാണ്. ഗലാത്യ 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ പറയുകയാണ്, ഗലാത്യ 5-ാം അധ്യായം 6-ാം അധ്യായത്തിലെ വ്യക്തമായിട്ട് പറയുന്നവരെ പരസ്പരങ്ങൾ ഭാരം വഹിച്ചുകൊള്ളണം. ഗലാത്യ 6-ാം അധ്യായം 2-ാമത്തെ വചനം, പരസ്പരം ഭാരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ആത്മീയരായ നിങ്ങൾ സഹോദരി, ഒരുവൻ എന്തെങ്കിലും 1-ാമത്തെ വചനം എന്തെങ്കിലും തെറ്റിലാകട്ടെ, ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കണം. നിങ്ങൾ പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. പരസ്പരം ഭാരങ്ങൾ വഹിക്കണം. അപ്പൊ ആത്മീയരായ ഒരു വ്യക്തിയുടെ അടുക്കൽ നമ്മളെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഒന്ന് പങ്കുവെക്കണം. ഞാൻ തന്നെ അത് വേദനകൾ തിന്നുകയും എടുക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ ഒന്ന് പങ്കുവെച്ചാൽ അത്രയും ഭാരം കുറയുമെന്നാ പറയുന്നത്. അല്ല, ഞാൻ ഉടനെ ബൈബിൾ എടുത്ത് വായിച്ചാൽ അല്ലെങ്കിൽ വചനം കേട്ടാൽ ഒന്നും അത്ര പെട്ടെന്ന് മാറത്തില്ല. ഒന്ന് പങ്കുവെക്കൽ നടത്തണം. ആത്മീയരായ മക്കളോട് പങ്കുവെക്കുമ്പോൾ നല്ല ഒരാശ്വാസം കിട്ടും. ഒത്തിരി വ്യക്തികൾ പറയാറുണ്ട്, എന്തെങ്കിലും വേദനകളും വെക്കളും പറയുമ്പോൾ. ഇന്നലെ ആ മകൾ എന്നോട് പറയായിരുന്നു, ഞാൻ ബ്രദറിനെ വിളിച്ചു കഴിയുമ്പോൾ എൻ്റെ അപ്പനോട് പറയുന്ന ഒരു അനുഭൂതിയാണ് എനിക്ക് ഉണ്ടാകുന്നത്. കാരണം ഭാരം എൻ്റെ കുറയുന്നുണ്ട്, ഒത്തിരി മാറ്റമുണ്ട്. ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇനിയും ഈ തിരുവസ്ത്രം അണിയുന്നില്ല, ഞാൻ ഊരിയിട്ട് എൻ്റെ പാട്ടിന് പോകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
അവരെന്നോട് പങ്കുവെച്ചപ്പോൾ അവർ കരഞ്ഞു, ഏങ്ങലടിച്ച് കരഞ്ഞു. കുറച്ചു നേരം കരയാൻ ഞാൻ അനുവദിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് എന്നെ വിളിച്ചു പറയാ, ബ്രദറെ, ഇന്നലെ ഞാൻ ആ വിഷമങ്ങൾ പങ്കുവെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വഴിതെറ്റിയ ജീവിതത്തിലേക്ക് മാറിപ്പോയെന്നെ. കാര്യം തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ പവിത്രതയും അതിന്റെ പരിശുദ്ധിയൊക്കെ എന്താണെന്ന് ബ്രദറെ എന്നെ എന്റെ കരച്ചിൽ നിന്നപ്പോൾ ശാന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ജീവിക്കണം, ഏത് ഭാരം വന്നാലും അത് നിസ്സാരമായിട്ട് കാണുവാനായിട്ട് പൗലോസ്ലീഹ പറഞ്ഞ വചനമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ആ ആത്മീയോപദേശം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റി. എന്നോട് ഇപ്പം പറഞ്ഞു, ഒരുപാട് ആശ്വാസമുണ്ട്, ഒരുപാട് ഭാരം കുറഞ്ഞു ബ്രദറെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആത്മീയരായ മക്കളോട് പരസ്പരം പങ്കുവെക്കാനാണ് ദൈവം ആത്മാവിനെ നിവേശിപ്പിച്ചേക്കുന്നത് ചില വ്യക്തികളില്. അല്ലെ, എനിക്ക് ഭാരം വരുമ്പോ ഞാൻ തന്നെ അത് തിന്നു തീർക്കത്ത്, അത് ഒരിക്കലും അത് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് നമ്മളത് പങ്കുവയ്ക്കാൻ ഒരു വ്യക്തി വേണം, ആത്മീയരായിരിക്കണം എന്ന് പറയും. അവരോട് പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, അവരോടൊന്ന് സംസാരിച്ചു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയാ അല്ലെന്ന്, പക്ഷെ ആവശ്യമില്ലാത്തവരോട് പറയരുത്. അത് പിന്നെ പറഞ്ഞു വരുത്തി നിങ്ങളെ കൂടുതൽ ഭാരം നിങ്ങളുടെ തലമേ വരും. അത് നിങ്ങൾ കേൾക്കാനിടയായെങ്കിൽ നിങ്ങൾക്ക് ഭാരം കൂടും. അതുകൊണ്ട് വേദനകളും വിഷമങ്ങളും ആത്മീയരായ മക്കളെ, അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മില് അത്രയ്ക്ക് ഐക്യമുണ്ടായിരിക്കണം. ആ വ്യക്തി എല്ലാം ദൈവസന്നിധി സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഭാരം കുറയും. അതുകൊണ്ട് കൊളോസ്യസ് 1:24 പറയുന്നത്, സഭയാകുന്ന തന്റെ ശരീരത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ നികത്തണം. അപ്പൊ ആത്മീയരായര് പരസ്പരം ഭാരങ്ങൾ വഹിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുക. ഭാര്യയുടെ ഭാരം ഭർത്താവിൻ്റെ ഒക്കെ പറഞ്ഞ ഭർത്താവിനോട് അത് ഭാരമാകും. ഭാര്യയുടെ ഭാരം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറഞ്ഞ അവർക്കൂടെ അത് ഭാരമായിട്ട് വരിക. അത് അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കുടുംബജീവിതം നയിക്കുമ്പോൾ അവര് ദുഃഖങ്ങളും വേദനകളും മാതാപിതാക്കളോട് പറയുമ്പോൾ ആ ദുഃഖവും ഭാരവും അവരും കൂടെ വഹിക്കുക, കൂടുതൽ വഷളാകുകയാണ്. പക്ഷെ അതൊരു ആത്മീയരോട് പറഞ്ഞാലോ, ആത്മീയതയുള്ളവർ പറഞ്ഞാൽ ആശ്വാസ വാക്കുകൾ പറയും, അവര് പ്രാർത്ഥിക്കും. അപ്പൊ നമുക്കതൊരു ആശ്വാസമായിട്ട് മാറും. അതുകൊണ്ട് ഇന്നത്തെ തിരുവചനത്തിന്റെ ആ യോഗ്യത മനസ്സിലാക്കണം. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു, ഞാൻ നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. ഭാരം ഇരിക്കുമ്പോഴാണല്ലോ കൈകളെ ഉയർത്തിപ്പിടിക്കേണ്ടി വരുന്നത്. അതായത് ഞാൻ എന്റെ ഭാരം പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണെന്ന്. ആ കൈകളെ വിടുവിക്കണം, കർത്താവിനെ പരമേൽപ്പിക്കുക. നിന്റെ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കുക. അപ്പോൾ അത് വിട്ടുമാറും. കാര്യം നിന്റെ ഭാരങ്ങളാണ് യേശു ഏറ്റെടുത്തത്, നിന്റെ വേദനകളാണ് യേശു ഏറ്റെടുത്തത്. ഇത് നമ്മള് അതരം കൊണ്ട് ഏറ്റുപറയല്ല, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ യേശുവിന് ആ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കണം. സങ്കീർത്തനം 55:22 പറയുന്നത്, നിന്റെ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കും. 1 പത്രോസ് 5 പറയുന്നുണ്ട്, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക, നിന്റെ ആകുലത ഉൾക്കൊള്ളുക, അവിടുത്തെ പരമേൽപ്പിക്കുക. അവിടെ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, അവിടെ തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. കാരണം ശക്തനായ തമ്പുരാന്റെ കരങ്ങളിലാണ് ഞാൻ പരമേൽപ്പിച്ചേക്കുന്നത് എന്റെ ഭാരം, ആ ദുഃഖഭാരം, ആ പാപഭാരം, കടഭാരം എല്ലാം ഞാൻ സമർപ്പിക്കുന്നു പറയത്തേ ഉള്ളൂ, കൊടുക്കത്തില്ല. ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയാ. ഒരു മകൻ അപ്പൻ്റെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അപ്പനോടെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ആ മകന് ഫ്രീ ആകുന്നു. പിന്നെ അപ്പനാക്കായത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഭാരം നമ്മളെ അപ്പനെ പരമേൽപ്പിക്കുന്നു. ചില വ്യക്തികളൊന്ന് അമ്മയെ പരമേൽപ്പിക്കും. അപ്പൊ അവർക്കൊരു ഭാരം കുറഞ്ഞതായിട്ട് കാണും. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കള് മക്കളുടെ ഭാരങ്ങളൊക്കെ അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആശ്വാസ വാക്കുകൾ കൊടുക്കാൻ ആരില്ല. ഭാര്യയുടെ വിഷമങ്ങൾ കണ്ട് ഭർത്താവ് ആശ്വാസ വാക്ക് കൊടുക്കാനോ ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ആത്മീയരെ സമീപിക്കേണ്ടത്. ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ആ ഭാരം ഏറ്റെടുക്കണം. സാരമില്ലടി, പോട്ടെ, നമുക്ക് അതൊക്കെ വേണ്ട പോലെ ചെയ്യാം എന്ന് ഭർത്താവ് ഒരു വാക്ക് പറയുമ്പോൾ ഭാര്യയ്ക്കും ആശ്വാസമായി ഭർത്താവിനും ആശ്വാസമായി. ആ ഭാരം അവരിലില്ല, തമ്പുരാൻ ഏറ്റെടുക്കും. പക്ഷെ അതാണ് നീ അനുഭവിക്കണോടി, അങ്ങനെ വേണോടി എന്ന് പറയുമ്പോൾ അവർക്ക് വീണ്ടും ഭാരം കൂടുകയാണോ കുറയുകയാണോ ആ വാക്കുകൊണ്ട്. ഭർത്താവിന്റെ ആ പുച്ഛവാക്ക്, അല്ലെങ്കിൽ മക്കളുടെ പുച്ഛവാക്ക്, അല്ലെങ്കിൽ മക്കളെ പുച്ഛിച്ച് പറയുന്ന മാതാപിതാക്കള്, നീ അനുഭവിക്കണം
എന്ന് പറയുന്നതാണോ, അതോ സാരമില്ല നമുക്ക് അതൊക്കെ നോക്കാം, വേണ്ട പോലെയൊക്കെ ചെയ്യാം എന്ന് ആശ്വാസ വാക്ക് പറയുന്നതാണോ ശരിയെന്ന് നമ്മളെ ഒന്ന് ആത്മശോധന ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? അതോ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വീണ്ടും ഭാരമായിട്ട് വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആത്മീയരല്ല, ഭൗതികരാണ്. നമ്മളെ നയിക്കുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് ഗലാത്യ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം പറഞ്ഞത്, എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ, അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും, മറ്റുള്ളവരിലായിരിക്കില്ല. എന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ പറ്റൂ. അതുകൊണ്ട് അനുദിനം ഉണ്ടാകുന്നത് തന്റെ കുരിശും എടുത്ത് ആ ഭാരം വഹിച്ചുകൊണ്ട് വരുവിൻ, അധ്വാനിക്കുന്നവരും ഭാരം. മത്തായി 11:20 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാര്യം എന്താണെന്നറിയോ? യേശുവാണ് നിന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തത്, നിന്റെ വേദനകൾ ഏറ്റെടുത്തത്, നിന്റെ രോഗങ്ങൾ ഏറ്റെടുത്തത്, നിന്റെ ദുഃഖങ്ങൾ ഏറ്റെടുത്തത്. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകിയെന്ന് യേശയ്യ വിളിച്ചു പറയുന്നെങ്കിൽ നിശ്ചയമായിട്ട് അത് നാം ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് റോമ 10:9 പറയുന്നുണ്ട്. ഹൃദയത്തെ വിശ്വസിക്കുക, അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്, നമ്മുടെ വേദനകൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. ഉയർത്തെഴുന്നേറ്റെങ്കിൽ അത് ഹൃദയത്തെ വിശ്വസിക്കുക, അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നമ്മുടെ എല്ലാ ഭാരവും, പാപഭാരം, അകൃത്യഭാരം, ദുഃഖഭാരം, കടഭാരം എല്ലാ ഭാരവും വഹിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതിനെ നമ്മൾ തളർന്നു പോകുന്ന രോഗികളായിട്ട് മാറുക. കാരണം ഈ ഭാരം നിന്നിലുള്ളതുകൊണ്ടാ. ഒന്നിൽ അകൃത്യഭാരം, അനീതി നിറഞ്ഞ രാജ്യം, ദുഷ്കർമ്മികളുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, ദൈവത്തെ അറിയുന്നില്ല, അവർ ദൈവത്തിൽ നിന്ന് തീർത്തും അകന്നു പോയി. അപ്പം വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ ചെയ്തികളെ വിലയിരുത്തണം. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് വീണ്ടും വിളിച്ചു പറയുന്ന ഒരു ഭാഗം ഞാൻ ഓർത്തു പോകുന്നത്. വെളിപാടിന്റെ പുസ്തകം Revelation chapter 16:11 വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗ്ഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. വെളിപാടിന്റെ പുസ്തകത്തില് 16-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്തു പറയുകയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ഭാരം വഹിച്ചുകൊണ്ട് നടക്കും. പിന്നെ ഭാരം വഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയ തലയ്ക്ക് വെളിവില്ല, പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അത് മറ്റുള്ളവർക്ക് ഭാരമായിട്ട് മാറുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്നെങ്കിൽ അത് ചെയ്യാതിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്നെങ്കിൽ അത് പറയാതിരിക്കട്ടെ. നമ്മുടെ ചെയ്തികൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്നെങ്കിൽ അത് ചെയ്യാതിരിക്കട്ടെ. ഒരു ആശ്വാസ വാക്ക് പറയണം, അതാണ് ഏറ്റവും ബെറ്റർ. അവരുടെ ഭാരം കുറയ്ക്കണം. അതിന് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? യേശയ്യ 10-ാം അധ്യായം, യേശയ്യയുടെ പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് നോക്കാം. യേശയ്യ 10:27 അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലെ മുഖം തകർക്കപ്പെടുകയും ചെയ്യും. എങ്ങനെ ആശ്വാസ വാക്ക് പറയുമ്പോൾ നിന്റെ ഭാരം തോളിൽ നിന്ന് നീങ്ങിപ്പോകും. അപ്പൊ നമ്മളെ ഒരാൾ സമീപിക്കുമ്പോൾ എപ്പോഴും അവർ ഭാരമായിട്ടും ദുഃഖമായിട്ടും വരുന്നെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാൽ മതി. അതുകൊണ്ട് എനിക്ക് രാത്രിയിൽ ഉറക്കമില്ലാതിരിക്കുന്നത്. കാര്യം രാത്രിയിലാണ് ഒത്തിരി വ്യക്തികളെ ഫോണിൽ കൂടെ സംസാരിക്കും, അവരുടെ വേദനകളും ദുഃഖങ്ങളും. അത് കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. അതാണ് അവരുടെ ദുഃഖഭാരം. അത് കേൾക്കാനും അത് പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്കൊരു ആശ്വാസ വാക്ക് പറയുവാനും രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുക. 1 മണി എന്നില്ല, 1:30 എന്നില്ല, ഒരു സമയവും കൃത്യനിഷ്ഠതയൊന്നും ഇല്ല. അങ്ങ് വിളിച്ചോളും, എന്നാലും എനിക്ക് പരാതിയില്ല. വിളിച്ചോളാൻ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് എടുക്കാൻ പറ്റിയാൽ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. കാരണം ഭാരമായിട്ട് വരുന്നവരെ നിരാശയിൽ പോകരുത്. ഇന്നൊരു വ്യക്തി വിളിച്ചിട്ട് എടുക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വിളിച്ചു, അയ്യോ ബ്രദർ തിരിച്ചു വിളിച്ചല്ലോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന്. അനേകരെ വിളിക്കും, പക്ഷെ ആരും എന്നെ കേൾക്കാൻ തയ്യാറല്ല, എന്നെ ഒന്നും വിളിക്കാറില്ല. ബ്രദർ തിരിച്ചു വിളിച്ചല്ലോ എന്നെ കേൾക്കാനായിട്ട്. 1 മണിക്കൂർ ഞാൻ പറഞ്ഞു ബ്രദറെ ശാന്തമായിട്ടിരുന്ന് കേട്ടല്ലോ എന്ന്. അത് തന്നെ എനിക്കൊരു ആശ്വാസമുണ്ട് ബ്രദറെ എന്ന് പറഞ്ഞു തീർന്നപ്പോ എനിക്ക് നല്ല ആശ്വാസം കിട്ടിയത്. നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. അതിന് സമയം കണ്ടെത്തണം. കുടുംബത്തിലായാലും വ്യക്തിപരമായിട്ടും സമൂഹത്തിലായാലും ദുഃഖങ്ങളും വേദനകളും പങ്കുവയ്ക്കുന്നത് ഒന്ന് കേൾക്കാൻ തയ്യാറാകണം.
അപ്പോഴാണ് പറയുന്നവർക്ക് ഒരു ആശ്വാസവും പിന്നെ അവരുടെ വേദനകളും വിഷമങ്ങളും സഹിക്കാൻ പറ്റാത്തവരും നമ്മളോട് പങ്കുവെക്കും. അങ്ങനെ ഒരാളില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ജോബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജോബിന്റെ പുസ്തകം നമുക്കറിയാം. ജോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ 33-ാമത്തെ വചനത്തിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നമ്മൾ ഇരുവരെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമുക്ക് ഇല്ലല്ലോ എന്നോർത്ത്. ജോബിന്റെ ആ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതുക. ജോബ് 9-ാം അധ്യായം, അതായത് ചില ബൈബിളിൽ ഇയ്യോബ് എന്ന് പറയും. ഇയ്യോബ് ഇംഗ്ലീഷിലും മലയാളത്തിലും ജോബാണ്. ജോബ് 9:33 നമ്മളൊക്കെ ഇരുവരുടെ ഇടയില് കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ, അതായത് ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് സതുപദേശം തരാൻ കഴിവുള്ളവൻ, ഭാരങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ, വേദനകൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ, ആശ്വാസ വാക്ക് പറയുവാൻ. അതിനായിട്ടാണല്ലോ നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് യെശയ്യാ 61-ാം അധ്യായം 1-ാമത്തെ വചനം, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നിന്റെ പ്രഘോഷണം മാത്രം കേൾക്കാനല്ല, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. എന്നിട്ടോ അതുകൊണ്ടാണ് നമ്മളെ സ്വയം ഏറ്റെടുത്ത് സ്വയം വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് തെറ്റാ. സ്വയം ബൈബിള് വായിച്ചാലൊന്നും നമുക്ക് മനസ്സിലാകത്തുമില്ല. നമ്മൾ ചുമ്മാ നദി കൂടെ വെള്ളം ഒഴുകുന്ന പോലെ നമ്മുടെ കണ്ണിൽ കൂടെ വചനം അങ്ങ് മാറി മാറി പോവുകയും ചെയ്യുമെന്ന് മനസ്സിലാകത്തില്ല. ഈ പറയുന്ന ഇത്രയും വചനത്തിന്റെ നിഗുണങ്ങൾ രഹസ്യങ്ങൾ അറിയാവുന്ന ഞാൻ പോലും വേദനകൾ വരുമ്പോ ആരോടെങ്കിലും പങ്കുവെക്കും. ചിലപ്പം നമ്മുടെ പോൾ ബ്രദറിനോട് പങ്കുവെക്കും. കാര്യം അദ്ദേഹത്തിനേക്കാളും ഒരുപാട് വചനത്തിൽ വളർന്നവനാണെങ്കിലും പക്ഷെ ചില വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് ആശ്വാസ വാക്ക് കിട്ടും. ഞാൻ എല്ലാം അറിയാമെന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. നമ്മളിൽ തന്നെ ആശ്രയിക്കരുത്. ആത്മീയ ഗുരുക്കന്മാരിൽ ആശ്രയിക്കുമ്പോൾ ഒത്തിരി. അതുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവുള്ളവരെ സമീപിക്കുക. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ 2-ാമത്തെ വചനം പറയാ. യെശയ്യാ 61-ന്റെ 2-ാമത്തെ വചനം, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവിലായിരിക്കുന്നവർക്ക് മോചനം, ബന്ധിതരാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരം, നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനം പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. അതായിരിക്കണം ഒരു ലീഡറിന്റെ കർത്തവ്യം. അതായിരിക്കണം ഒരു ലീഡർ. വചനം പ്രഘോഷിക്കാൻ പോരാ, മറ്റുള്ളവരുടെ വേദനകൾ ഏറ്റെടുക്കുവാനും അവർക്ക് ആശ്വാസ വാക്ക് പറയാനും ബന്ധനത്തിലായിരിക്കുന്നവരുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും ഞാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുന്നത്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകണമെങ്കിൽ അതിന് സമയം കണ്ടെത്തണം. സമയമില്ലെന്ന് പറഞ്ഞ പോരാ. എന്റെ അടുക്കിലേക്ക് സമീപിക്കുന്നവർക്ക് ഞാൻ സമയം കൊടുക്കുന്നവരെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ എന്റെ അടുക്കിലേക്ക് ആൾക്കാർ ഓടിക്കൂടും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ഈ ഒരു മനോഭാവം നമുക്കൊക്കെ ഉണ്ടായിരിക്കട്ടെ. കുഞ്ഞുങ്ങളായാലും ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിലും ഒക്കെ നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ തയ്യാറാകുകയും ഒരു ആശ്വാസ വാക്ക് പറയുകയും ചെയ്യുന്ന നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. ആശ്വാസ വാക്കുകളായിരിക്കും. നമ്മുടെ വാക്കുകൾ അവർക്ക് വേദനിക്കുന്നതും അവർക്ക് ഭാരമാകരുത്. അത് വളരെ ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ഇനിയും എന്നെ പോലുള്ളവരാണെങ്കിൽ ആ മുറിവുകൾ വീണ്ടും മുറിവാക്കിയിട്ട് വീണ്ടും അത് കഴുകി വെച്ച് കെട്ടും. അതായത് മുറിവ് ഉണ്ടായപ്പോഴുണ്ടായ വേദനകളും മുറിവുണ്ടായപ്പോഴുണ്ടായിരുന്ന അണുക്കളും ഒക്കെ കയറിയത് ശരിക്കും ഓപ്പറേഷൻ ചെയ്യുന്ന അറിയാവുന്നവരെ അല്പം കൂടെ മുറിവ് കൂട്ടും. കൂട്ടിയിട്ട് അത് കഴുകി വൃത്തിയാക്കി അതിനെ മരുന്ന് വെച്ച് കെട്ടും. അല്ലാത്തവന് ആ മുറിവ് കുളവാക്കി കളയും. അതുകൊണ്ട് ആ മുറിവ് ഏറ്റു വരുമ്പോ മുറിവിലായിരിക്കുന്ന അവസ്ഥയെ വെച്ച് കെട്ടാൻ പറ്റത്തില്ല. മുറിവിനെ കഴുകണം. അല്പം വലുതാകണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്പം കൂടെ വേദനിച്ചോട്ടെ. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ പ്രകരിക്കും, എന്നാൽ ഞാൻ തന്നെ ആശ്വാസം നൽകും. ജോബ് 5-ാം അധ്യായം 17-18 വചനത്തിലേക്ക് വായിക്കണം. ഞാൻ നിന്നെ മുറിപ്പെടുത്തും, എന്നാൽ ഞാൻ തന്നെ വെച്ച് കെട്ടും. ഇതൊക്കെ ഒരു ആത്മീയ ഗുരുക്കന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ കൃപയാ. അതിനെ ആത്മാവിനെ തന്നേക്കുന്നത്. ഏതൊരു ആത്മീയ ഗുരുക്കന്മാരും സ്വയം ഭാരങ്ങൾ വരുമ്പോൾ ആ വ്യക്തി തന്നെ വഹിക്കണം. പക്ഷെ അത് പങ്കുവെക്കാതിരിക്കാറില്ല. പങ്കുവെച്ചേ പറ്റൂ. വേറൊരാളോട് പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസവും
നല്ല നേർവഴികൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അത് തന്നെ നമുക്ക് ആശ്വാസമായിരിക്കും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവരെ, വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു ആത്മീയ ഗുരുക്കന്മാരെ, ആശ്വാസം കിട്ടുന്നവരെ, എന്നെ കേൾക്കാൻ തയ്യാറാവുന്നവരെ കണ്ടുപിടിച്ച് അവരോട് പറയാനായിട്ട് നമ്മൾ മടിക്കണ്ട. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് ദൈവസന്നിധി ഞാൻ സകലതും സമർപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളാണ് ഏറ്റെടുത്ത്. നമുക്കറിയാം, ജോന എന്ന് പറയുന്ന അനുസരണം കെട്ടവന് കപ്പലിൽ കയറിയപ്പോൾ കപ്പിത്താൻ അവിടെ എന്ന് പറയുന്നുണ്ട് കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ. ഇതുപോലെ യോനായെ പോലെ അനുസരണം കെട്ട ചിലതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അനുസരണക്കേടിന്റെ, അഹങ്കാരത്തിന്റെ, സ്വാർത്ഥതയുടെ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടി കിടപ്പുണ്ട്. അത് ഉള്ളിടത്തോളം കാലം ആ കപ്പലിന് നാശം സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നാശം സംഭവിക്കും. അഹങ്കാരം കൊണ്ട്, സ്വാർത്ഥമോഹം, അതേ സെൽഫിനെസ്, സ്വന്തം കാര്യം മാത്രം നോക്കുക, മറ്റുള്ളവർ എങ്ങനെ ആയിക്കോട്ടെ. യോനായെ പോലെ അടിത്തട്ടി കിടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മക്കളെ ആ പാവം കപ്പിത്താൻ വിളിച്ചു പറയുന്നുണ്ട്, ഭാരം കുറയ്ക്ക്, ഭാരം കുറയ്ക്ക്. അവരെല്ലാം എടുത്ത് അധ്വാനിച്ചു കൊണ്ടുവന്ന സകലവും എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ കളയേണ്ടത് കളയണം. അനുസരണക്കേടാണെങ്കിൽ അനുസരണക്കേടാണ് നമ്മുടെ മാറ്റേണ്ടത്. ഞാൻ കാരണം മറ്റുള്ളവർ വേദനിക്കുന്നെങ്കിൽ ആ അവസ്ഥ നീ ഒന്ന് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ യോനായെ പോലെ നിന്റെ അടിത്തട്ടി കൊണ്ടു നടക്കരുത്. നിനക്കും നാശം, നിന്റെ കുടുംബത്തിനും നാശം. അതുകൊണ്ടാണ് യോന പറഞ്ഞത് 1:12 എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക. യോന ചാപ്റ്റർ 1:12 എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരിക്കുന്ന എന്റെ സ്വഭാവങ്ങളെല്ലാം ഈ ലോകമാകുന്ന കടലിലേക്ക് വലിച്ചു തള്ളണം. അല്പ ആത്മീയത കൂടും. കാരണം ഞാൻ നിമിത്തമാണ് എന്റെ കുടുംബം തകർന്നത്. ഞാൻ നിമിത്തമാണ് എന്റെ പ്രശ്നം, എന്റെ കുടുംബത്തിലെ പ്രശ്നം ഞാനാണ്. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ എന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് ഈശോ നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നത്. ഞാൻ ഏറ്റെടുത്ത് അത് ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അതാണ് അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനും നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ ഞാനത് എന്റെ ജീവിത പങ്കാളി, എന്റെ മക്കളെ, എന്റെ വേദനകളൊക്കെ ഞാൻ ഏറ്റെടുത്ത് ഞാൻ ഈശോയെ സമീപിക്കണം. എനിക്ക് വേദനകൾ വരുമ്പോൾ മറ്റുള്ളവരെ ഞാൻ ആത്മീയ ഗുരുക്കന്മാരെ സമീപിച്ചിട്ട് അവരത് ഏറ്റെടുത്ത് ഈശോയെ സമീപിക്കുകയും എന്നോട് ഉപദേശം തരും. ഞാൻ അതനുസരിച്ച് ആ കൽപ്പനകൾ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഉപദേശം സ്വീകരിച്ച് ഞാൻ ജീവിക്കുമ്പോഴേ അവരുടെ പ്രാർത്ഥനകളും എന്റെ പ്രാർത്ഥനകളും എന്റെ അനുസരണവും എനിക്ക് അനുഗ്രഹമായിരിക്കും. പുറപ്പാടിന്റെ പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വചനം കൂടെ നമുക്കൊന്ന് നോക്കാം. എക്സോഡസ് ചാപ്റ്റർ 6:6 അതുകൂടെ നോക്കിയിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഭാരം എന്ന് പറയരുത്. കർത്താവിന് കണ്ണില്ലേ എന്ന് പറയരുത്. കർത്താവ് മനുഷ്യമക്കൾ ഭാരം ചുമക്കാൻ അനുവദിക്കത്തില്ല. 6 പറയുകയാണ്, ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തം, വ്യഭിചാരത്തിന്റെ അടിമത്തം, മദ്യത്തിന്റെ അടിമത്തം, അനുസരണക്കേടിന്റെ അടിമത്തം, അഹങ്കാരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ദൈവത്തിൽ സമീപിക്കുന്നവര്. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക കർത്താവാണ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികളിൽ കൂടി, ആ ശക്തികളിൽ കൂടി അനുസരണക്കേടിന്റെയും അഹങ്കാരത്തിന്റെയും ഞാൻ വരുത്തി കൂട്ടിയ പാപം കൂടുക. നമ്മളിലുള്ള ആത്മീയത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവസന്നിധിയിലെ എന്റെ ദുഃഖങ്ങൾ ഞാൻ തന്നെ കരഞ്ഞു തീർക്കാതെ, ഞാൻ തന്നെ വേദന കൊണ്ട് പൊളയാതെ അതൊന്ന് ആത്മീയരോട് പങ്കുവെക്കുമ്പോൾ കുറെ ആശ്വാസം കിട്ടും. പക്ഷെ നീ എടുക്കേണ്ട കുരിശ് നീ എടുത്ത് പറ്റൂ. പക്ഷെ അത് കർത്താവ് പറഞ്ഞ പോലെ അത് വഹിക്കാൻ, എന്റെ മുഖം വഹിക്കാൻ ഭാരം കുറവാണ് എന്ന് പറഞ്ഞ മാത്യു ചാപ്റ്റർ 11:30 പറഞ്ഞത് എന്റെ മുഖം വഹിക്കുന്നത് ഏറ്റവും ഭാരം കുറവാണ്, അത് എളുപ്പമാണെന്ന് പറഞ്ഞത്. കാര്യം എപ്പോഴാണെന്നറിയാം, ആത്മീയ ഗുരുക്കന്മാരോട് സംസാരിച്ച് പങ്കുവെക്കുമ്പോൾ ആ കുരിശ് എടുക്കാനായിട്ട് നമുക്ക് ഭാരം കുറയും. പിന്നെയോ 1 കൊരിന്ത്യർ 10:11 പറയുന്നുണ്ട്, മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾക്ക് ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല.
അഥവാ ഉണ്ടായാൽ തന്നെ ദൈവം അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് എപ്പോഴാ? ദൈവത്തിൽ ആശ്രയിക്കുന്നവര്. നിന്റെ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കുമ്പോൾ. ഇതൊന്നും ഇല്ല, നമുക്കിതൊന്നും അറിയത്തില്ല എങ്ങനെ പരമേൽപ്പിക്കേണ്ട, ഏത് രീതിയിലാണ്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരിക്കുക. ഇനിയും ചില വ്യക്തികൾ കൂതാശകൾ എടുക്കുന്നു, അത് നല്ലതാ, ഏറ്റവും നല്ലതാ. കൂതാശ എടുത്താല് കൂതാശകൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതനുസരിച്ച് പോകണം. വിശുദ്ധമായവ വിശുദ്ധിയോട് കൂടി ചെയ്യണം. അല്ല, കൂതാശകൾ സ്വീകരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അശുദ്ധമായിട്ട് ജീവിച്ചാൽ ആ കൂതാശ സ്വീകരിച്ച ജൂദാസിൽ പിശാച് കയറിയ പോലെ നിന്നിലും പിശാച് കയറും. അപ്പൊ നിന്റെ വേദനകൾ കൂടും, നിന്റെ കഷ്ടപ്പാടുകൾ കൂടും, നിന്റെ ദുഃഖങ്ങൾ വർദ്ധിക്കും. പലരും മരിച്ചു പോയതിനും കാരണം ഇതാണ്. അപ്പൊ നമ്മുടെ ദൈവസന്നിധിയിലെ ഭാരം വഹിക്കുവാനായിട്ട് തയ്യാറാകുക. അവനവന്റെ ഭാരം അവനവൻ വഹിച്ചേ പറ്റൂ. എന്നാൽ അത് വഹിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയെ പരമേൽപ്പിക്കുന്ന രീതിയിൽ, അതുകൊണ്ടാണ് നമ്മൾ ആത്മീയ ഗുരുക്കന്മാരെ വേണം പരമേൽപ്പിക്കുക. ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചേരെ, ബ്രദറെ എന്റെ ഈ കാര്യത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണേ. പക്ഷെ നീ എടുക്കേണ്ട ഭാരം നീ എടുത്തേ പറ്റൂ. ബ്രദർ പ്രാർത്ഥിക്കും, ആ ഭാരം പരമേൽപ്പിച്ചു. അത് ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരം വഹിക്കുന്നത് എളുപ്പമാകും. അത് പിന്നെ തകർന്നു പോകത്തില്ല, തളർന്നു പോകത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ ഉപദേശങ്ങളെ നമ്മൾ നിരസിക്കാതെ ഇനിയുള്ള ജീവിതം ഭാരം വഹിക്കാൻ നീ തന്നെ തയ്യാറാകണ്ട. നിന്റെ ഭാരങ്ങൾ യേശു ഏറ്റെടുത്തതാണെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചേക്കുന്നത് മറ്റുള്ളവരുടെ ഭാരങ്ങളെ, അടിച്ചമർത്തപ്പെട്ടവരുടെ ഭാരം, സമാധാനം ഇല്ലാത്തവർക്ക്, ബന്ധനത്തിലായിരിക്കുന്നവർക്ക് മോചനം കൊടുക്കാനാണ് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ഗുരുക്കന്മാരും വേണം. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ കേൾക്കുന്ന വചനങ്ങളെ അതൊന്ന് അനുസരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു നോക്കിയേ, അനുഗ്രഹം കിട്ടുമോ ഇല്ലയോ എന്ന്. നീ പാപഭാരം ഏറ്റെടുക്കുമ്പോൾ, അകൃത്യഭാരം ഏറ്റെടുക്കുമ്പോൾ, അനീതിയുടെ ഭാരം ഏറ്റെടുക്കുമ്പോൾ, കടഭാരം ഏറ്റെടുക്കുമ്പോൾ, ദുഃഖഭാരം ഏറ്റെടുക്കുമ്പോൾ നീ രോഗിയായിട്ട് മാറിയിട്ടുണ്ടോ? നീ കർത്താവിന് കൊടുത്തിട്ട് ഇല്ല. കാരണം നീ തളർന്നു പോവുക, നീ തളർന്നു പോകുന്നു, നീ തകർന്നു പോകുന്നു, നീ നിരാശപ്പെടുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, ദൈവത്തെ പുച്ഛിച്ചു തള്ളുന്നു. എത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നറിയോ? വലിയ പാവങ്ങളാ, മാരക പാവങ്ങളാ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും കർത്താവിനെ പരമേൽപ്പിക്കാനായിട്ട് ഒരാത്മീയ ഗുരുക്കന്മാരും വേണം. കർത്താവിനെ പരമേൽപ്പിക്കണം, തളർന്നു പോകണ്ട. ദുഃഖഭാരം, അകൃത്യഭാരം, കടഭാരം എന്ത് വന്നാലും ഒരാത്മീയ ഗുരുക്കന്മാര് പ്രാർത്ഥിക്കാനുള്ളപ്പോൾ ജോബിന്റെ 9:33 നമ്മളെ ഇരുവരെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജോബ് പറഞ്ഞെങ്കിൽ, നീതിമാനായ ജോബിന് പോലും അങ്ങനെ തോന്നി. ഒരു മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കാൻ കെൽപ്പുള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് ശരിയായ ബോധ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിച്ച ദൈവത്തിന്റെ ആത്മാവിന് നന്ദി പറയുകയാണ്. എന്നിൽ കൂടി ദൈവം തന്നേക്കുന്നു. എന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകുന്നുണ്ടോ, മറ്റുള്ളവരെ വേദനിക്കുന്നുണ്ടോ എങ്കിൽ നീ പറയാതിരിക്കട്ടെ. ഒരാശ്വാസ വാക്ക് തേടി ആത്മീയ ഗുരുക്കന്മാരെ സമീപിക്കണം. അവരുടെ വാക്കുകൾ നിനക്ക് ആശ്വാസം പറഞ്ഞു തരും. ഒരുപക്ഷെ അല്പം വേദനിപ്പിക്കുകയാണെങ്കിൽ അവർ തന്നെ വീണ്ടും നിന്നെ ആശ്വാസത്തിലേക്ക് കൊണ്ടുവരും. അതാണ് യഥാർത്ഥ ആത്മീയ ഗുരുക്കന്മാരുടെ സ്വഭാവത. വരുമ്പോൾ അല്പം വേദനിക്കുന്ന കാര്യങ്ങളുണ്ട്, അല്പം കൂടെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവർ ആശ്വാസം കൊണ്ട് പൊതിയും. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതെല്ലാം കേട്ട് അതനുസരിക്കുക. പിന്നെ ഈ വചനം കേൾക്കാൻ വരുന്നത് ഒരു ആശ്വാസമാണ്. അല്ലെങ്കിൽ വചനം ഒന്ന് നിർത്തിക്കളയാം, നമുക്ക് സൂമിലെ പരിപാടി ഒന്ന് നിർത്താം. അപ്പൊ അറിയാം പ്രശ്നങ്ങള് എത്രമാത്രം കൂടുമെന്ന്. ദൈവസന്നിധി ചുട്ടപ്പം ചൂടോട് കിട്ടുന്നതാണ് ഈ സൂമിൽ കൂടെ. ഇപ്പോൾ ഇത് നമ്മളെ റെക്കോർഡ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചൂടാറിപ്പോകും. അത് അത്ര വലിയ ഇതാണ്. അപ്പൊ ചൂടോടെ ലഭിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ചൂടോടുകൂടി നമ്മളെ അത് ഉൾക്കൊള്ളുമ്പോൾ നമ്മളിൽ അത് പരിപോഷിപ്പിക്കപ്പെടും, പരികർമ്മം ചെയ്യപ്പെടും. നമ്മുടെ അവസ്ഥകൾക്ക് ഒരു പരികർമ്മം ചെയ്യുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും, പരിപോഷിപ്പിക്കപ്പെടും. അതിനാ നേരിട്ട് വചനം കേൾക്കാൻ പറയുന്നത്, അതിനാ ധ്യാനം കൂടാൻ പറയുന്നത്. വേദനകൾ വരുമ്പോൾ ഉടനെ ഒരു ധ്യാനം കൂടുന്നത് നല്ലതാന്ന് പറയുന്നതിന്റെ കാരണം അതാ. ഒരു ആശ്വാസ വാക്ക് ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാ.
നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.